RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ BJPയെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ പാർട്ടികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. BJPയിൽ ജനാധിപത്യമില്ല. നരേന്ദ്രമോദി ആരെയും കേൾക്കാൻ തയ്യാറല്ല. രാജ്യത്ത് ജനാധിപത്യം യാഥാർത്ഥ്യമാക്കിയത് കോൺഗ്രസ് ആണെന്നും നാഗ്പൂർ റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനത്തിൽ 2024 കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഹം ഹേ തയ്യാർ, ഞങ്ങൾ തയ്യാറാണ് എന്ന റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് രാഹുൽ ഗാന്ധിയുടേത്. എത്രത്തോളം തയ്യാറാണ് കോൺഗ്രസ് 2024 തെരഞ്ഞെടുപ്പ് നേരിടാനെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? ക്രിസ്റ്റീന, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്ന് നാഗ്പൂരിൽ പ്രകടമായിരിക്കുന്നത്. എന്തായാലും ഭാരത് ജോഡോ മൈതാനിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു മഹാറാലി തന്നെയാണ് നാഗ്പൂരിൽ സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ വിവിധയിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴുകിയെത്തിയിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ കേന്ദ്രത്തിനെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെയും കടന്നാക്രമിക്കുന്ന ഒരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. യുവാക്കളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സമയം ചിലവിടുന്ന ഒരു സാഹചര്യം. എല്ലാ വിഭാഗങ്ങളെയും ആക്രമിക്കപ്പെടുന്നു. കർഷകരും ഇതിൽ നിതിൻ തുടരുക. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്കൊന്ന് പോയതിനു ശേഷം നിതിനിലേക്ക് തിരികെ എത്താം. जो अंबेडकर जी ने, गांधी जी ने, नेहरू जी ने खून पसीना देके बनाया, ये कांग्रेस पार्टी ने दिया है। और आरएसएस के लोग, बीजेपी के लोग इसके खिलाफ थे। आज झंडे के सामने खड़े हो जाते हैं, सलूट मारते हैं। सालों के लिए इन्होंने तिरंगे को सलूट नहीं मारा था। तो सारे के सारे अधिकार कॉन्स्टिट्यूशन से मिलते हैं और राजा जो भी करना चाहता था करता था, उसके लिए कोई कानून नहीं थे। ये काम कांग्रेस पार्टी ने किया और ये हिंदुस्तान के इतिहास में, हजारों साल के इतिहास में पहली बार किया गया है। यह विचारधारा की लड़ाई है। करोड़ों लोगों को बीजेपी की सरकार ने गरीबी में फिर से धकेल दिया है। जो काम हमने भोजन के अधिकार से, मनरेगा की मदद से किया, वो सब खत्म कर दिया इन लोगों ने। ഡൽഹിയിൽ നിന്ന് വീണ്ടും നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഭരണകർത്താക്കൾക്ക് അവരുടെ അധികാരങ്ങൾ പതിച്ചു നൽകുന്നത് ഭരണഘടനയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മോദി ഏകാധിപതിയാണ്, രാജാവ് കൽപ്പിക്കുന്നു, ബാക്കിയുള്ളവർ അത് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയല്ലേ രാഹുൽ ഗാന്ധി ഹം ഹേ തയ്യാർ റാലിയിൽ ഉന്നയിക്കുന്നത്? കോൺഗ്രസ് ക്രിസ്റ്റീന അത്തരത്തിലൊരു രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം BJPയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ ഏതൊരാൾക്കും നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും വിയോജിക്കാനും കഴിയും. പക്ഷേ BJPയിൽ അത്തരമൊരു സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, രണ്ട് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. പല പാർട്ടികൾ ഉണ്ടെങ്കിലും രണ്ട് ആശയധാരകൾ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ മഹാസഖ്യവും അതോടൊപ്പം തന്നെ NDA എന്ന ഒരു സഖ്യവും നമ്മൾ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും. കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. BJP എല്ലാ മേഖലകളിലേക്കും കൈകടക്കുകയാണ്. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അത്തരമൊരു പോരാട്ടത്തിന്റെ തുടക്കം ഇവിടുന്ന് കുറിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നാഗ്പൂർ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിലെല്ലാം തന്നെ അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ നാഗ്പൂർ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലടക്കം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ജാതി സെൻസസ്. ഇതിപ്പോൾ കേന്ദ്രത്തിലെത്തിയാലും ജാതി സെൻസസ് നടപ്പാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഈ റാലിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോൾ തുടരുകയാണ്. അതിനുശേഷം മല്ലികാർജ്ജുൻ ഖർഗെയും സംസാരിക്കും. മുതിർന്ന നേതാക്കളടക്കം ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രയേറെ തയ്യാറെടുപ്പ് കൂടിയാണ് ഈ 139ാമത് സ്ഥാപക ദിന വാർഷികാഘോഷത്തിൽ കോൺഗ്രസ് ഇതിനെ വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ എല്ലാം തന്നെ ആ ഒരു മഹാറാലി നമുക്ക് പ്രകടമാകുന്നുണ്ട്. നിരവധി പേർ ഈ ഒരു റാലി രാവിലെ മുതൽ തന്നെ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മാത്രമല്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. PCCകൾ കേന്ദ്രീകരിച്ച് വലിയ ആഘോഷമുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടരുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരടക്കമുള്ള എല്ലാ വിഭാഗങ്ങളെയും അഭിസംബോധന ചെയ്തുള്ള പ്രസംഗമാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല,
തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവിക്കുമ്പോൾ നമുക്കറിയാം പാർലമെന്റിലെ അതിക്രമമടക്കം ഈ പ്രതികൾ ഉന്നയിച്ചത് തൊഴിലില്ലായ്മ അടക്കമുള്ള വിവിധ വിഷയങ്ങളാണ്. അതുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസംഗം തുടരുന്നത്. എന്തായാലും കേന്ദ്രത്തിനെയും പ്രധാനമന്ത്രിയും കടന്നാക്രമിച്ചുള്ള പ്രസംഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി. 139-ാം സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് ഹം ഹേ തയ്യാർ, ഞങ്ങൾ തയ്യാറാണ് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന റാലിയുടെ പ്രഖ്യാപനവും അതിന്റെ ഉദ്ഘാടനവും നടന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അതേപോലെ തന്നെ കോൺഗ്രസ് എന്തായിരുന്നു, എങ്ങനെയാണ്, ഇനി എങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുക, അതേപോലെ തന്നെ 2024 തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് നേരിടുക, ഏതൊക്കെ കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുക, ഇതൊക്കെ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്.